നിരവധി സർഗപ്രതിഭകൾക്ക് ജന്മം നൽകിയ അടൂരിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുന്ന KVM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിജയകരമായി 9 വർഷം പൂർത്തിയാക്കുന്നു. അടൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് MC റോഡിന് സമീപമാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പ്രഗത്ഭരായ ഒരു കൂട്ടം അധ്യാപകരാണ് ഈ സ്കൂളിന്റെ വിജയരഹസ്യം. ചലച്ചിത്ര പ്രതിഭകളെയും സാംസ്കാരിക പ്രതിഭകളെയും കൊണ്ട് സമ്പന്നമായ അടൂരിന്റെ മണ്ണിലാണ് കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന KVM സ്കൂൾ പ്രശസ്തി ആർജിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ബിനിയ ആൻഡ്രു ആണ്. ടീച്ചറെ, എങ്ങനെയാണ് ഈ സ്കൂൾ ഈ അടൂരിലേക്ക് എത്തിയത്? അതായത് കൊച്ചുങ്ങൾക്ക് നമുക്ക് വേണ്ടത്, നമ്മൾ കുട്ടികൾക്ക് നല്ലത് മാത്രം ആദ്യം തിരഞ്ഞെടുക്കും അല്ലേ. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ളത് ബേസ് ആണ്. അക്ഷരം അറിഞ്ഞ് വളരണം. അതൊരു കളിച്ചിരിയോടുകൂടി ഇവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒരുപോലെ അവർക്ക് തറവാകണം. മാതാപിതാക്കൾക്ക് ഒരു ബേർഡൻ ഉണ്ടാകാതെ ഇവരെ അറിഞ്ഞു പഠിച്ചു വളർന്നാൽ നമുക്ക് പാരൻസിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ബേസ് നന്നായാൽ നമ്മൾക്ക് പിന്നെ വേറൊരു കാര്യത്തിലോട്ടും നമുക്ക് ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ടിവിറ്റിയിലൂടെ ആണ് നമ്മൾ ഇവരുടെ വിദ്യാഭ്യാസം സെറ്റ് ചെയ്തിരിക്കുന്നത്. CBSE സിലബസോട് കൂടിയുള്ളതാണ്. ആസ്ട്രജൻ പബ്ലിക്കേഷന്റെ ബുക്കാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്ക് എപ്പോഴും നമ്മൾ ആക്ടിവിറ്റിയിലൂടെ എന്ന് പറയുന്നത് ഓരോ അക്ഷരങ്ങളും പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് കാണാതെ എഴുതി പഠിച്ചിരുന്നു. അതിനു പകരം ഇവരെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് അതിനെ മനസ്സറിഞ്ഞ് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ അകത്തൂടെ ആൻറ്റിന് വഴി കാണിച്ച് A4 ആൻറ്റിന് വഴി കാണിച്ച് അങ്ങനെയാണ് അവർ ആപ്പിളിലോട്ട് എത്തുകയും അത് Aയിലോട്ട് എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മലയാള അക്ഷരങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അതിപ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ മലയാളം ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് വായിക്കാനും അക്ഷരങ്ങൾ അറിയാനും കൂട്ടി വായിക്കാനും ഒക്കെ. എന്നാൽ ഞങ്ങളുടെ KVMലെ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ നല്ല വൃത്തിയായിട്ട് പത്രം വായിക്കുകയും നന്നായി മലയാളം സംസാരിക്കുകയും പ്രൊണൗൺസിയേഷനും എല്ലാം ക്ലിയർ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്തമെറ്റിക്സിന്റെ ആയിരുന്നാലും ബേസ് അങ്ങനെയാണ്. നല്ല വൃത്തിയായിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ച് എടുക്കുവാണ്. ടീച്ചറെ, ഈ മുതിർന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ കുരുന്നുകളെ. അപ്പം ടീച്ചർ എങ്ങനെയാണ് ഈ അധ്യാപക ജീവിതത്തിലേക്ക് എത്തിയത്? ടീച്ചറിന്റെ തുടക്കം അതായത് എൻ്റെ ഒരു പാഷൻ ആയിരുന്നു ടീച്ചിങ്. എപ്പോഴും നമ്മൾ അറിവിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ കുറെ അറിവുകൾ നമുക്ക് അന്നേരം കിട്ടുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ അക്ഷരങ്ങളിലൂടെ നമ്മളും അറിവ് നേടുകയും സമൂഹത്തിന് എവർ ലോങ്, അതായത് ടീച്ചേഴ്സിന്റെ വരുമാനം വളരെ തുച്ഛമാണ്, പക്ഷേ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഒരുപാടാണ്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അക്ഷരം പഠിപ്പിക്കുന്നതോടുകൂടി നമ്മൾക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം നൽകുകയും ഈ സമൂഹത്തിൽ അറിയപ്പെടാനും നമ്മൾക്ക് ദൈവാധീനത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കും. അതാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ടീച്ചിങ്. എൻ്റെ ഒരു പാഷനാണ് KVM സ്കൂള്. ഇതൊരു ബിസിനസ് സംരംഭമായിട്ടല്ല ഞാനിത് സെറ്റ് ചെയ്തത്. ഞാൻ അടൂരിൽ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് നല്ലൊരു പ്ലേ സ്കൂൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ കുറച്ച് പേര് കൂടെ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ KVM സ്കൂൾ സെറ്റ് ചെയ്യുകയും അതിലേക്ക് അറിഞ്ഞ മൗത്ത് പബ്ലിസിറ്റിയിലോട് കടന്നു വരുന്ന കുട്ടികളാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടി പഠിച്ച് ഇതിപ്പോൾ 9ാം വർഷത്തിലോട്ട് നിൽക്കുന്നു. അവിടെ വരുന്ന ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് പാരൻസിനും ഇതൊരു ഒരു പാരന്റ്സ് ടീച്ചർ ബന്ധമല്ല. ഞാനും പാരന്റ്സ് കൂട്ടുകാരെ പോലെയാണ്. അവരുടെ A to Z കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. എന്നിട്ടാണ് മാതാവും പിതാവും കൂടെ വന്ന് തന്നെയാണ് ഇവർക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ CBSE സ്കൂളിലോ ഒക്കെ മുതിർന്നവരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സ്കൂളിൽ നിന്ന് പോയത് അവരുമായിട്ടുള്ള ഓർമ്മകളൊക്കെ എങ്ങനെ ടീച്ചർ? അതായത് ഇപ്പോഴും ടീച്ചേഴ്സ് ഡേക്ക് ഇവിടുന്ന് കടന്നു പോയിട്ടുള്ള കുട്ടികൾ ടീച്ചേഴ്സ് ഡേക്ക് എന്നെ വിഷ് ചെയ്യുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്. കുവൈറ്റിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടിരുന്നത് നമുക്കറിയാം അറബി കുട്ടികൾ പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളാണ് എന്ന്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് സലാമ എന്നുള്ള ഒരു കുട്ടീനെയാണ്. അവൻ ഇപ്പോൾ ഡോക്ടറാണ് അമേരിക്കയിൽ. ഇപ്പോഴും ടീച്ചേഴ്സ് ഡേക്ക് എന്നെ വിളിക്കും വിഷ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ വർഷത്തെ റിസൾട്ടിന് ഞങ്ങളുടെ KVM സ്കൂളിൽ നിന്ന് പോയ ദേവികയാണ് ഏറ്റവും ടോപ്പറായിട്ട് ഫുൾ A+ വാങ്ങിച്ച്. KVMന് അതൊരു പൊൻതൂവൽ തന്നെയാണ്. ആ പാരന്റ്സ് വിളിച്ച് ബിനിമിസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും മാർക്ക് വാങ്ങിയത് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. എൻ്റെ ടീച്ചിങ് വർഷത്തിലെ ഏറ്റവും വലിയ ആ പാരന്റ്സിന്റെ കണ്ണീരോട് കൂടിയുള്ള ഒരു താങ്ക്സ് പറച്ചിലില്ലേ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ മൂലധനം. ഈ KVM സ്കൂളിന്റെ വിജയരഹസ്യം എന്തോ?
ഞാൻ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സിന് ഞാൻ തന്നെയാണ് ഗൈഡൻസ് കൊടുക്കുകയും അവരുടെ അധ്യയനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഞാനും ടീച്ചർമാരും തമ്മിലുള്ള ബന്ധമല്ല. ശരിക്കും ഈ 2 മാസം സ്കൂൾ അടച്ചിരുന്നപ്പോൾ ശരിക്കും നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ച് ഇവർ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് വരെയാണ്. ഇവരുടെ ഒരു ആ ചിരിയാണ് എൻ്റെ ഒരു വിജയരഹസ്യം. ഇവർ സന്തോഷത്തോടെ ശനിയും ഞായറും ആകുമ്പോഴും ഞങ്ങൾ KVM പോകണം എന്ന് പറഞ്ഞ് പേരൻസിനെ നിർബന്ധിക്കുന്ന കുട്ടികളാണ് ഇവര്. അവരുടെ ആ സന്തോഷമാണ്, ഇവിടെ ഓടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമാണ് എൻ്റെ വിജയരഹസ്യം. മറ്റ് നമ്മൾ എഞ്ചിനീയറിങ്ങിലോ മെഡിസിനോ അതുപോലെയുള്ള LLBക്കൊക്കെയാണ് നമ്മൾ ഈ ഗ്രാജുവേഷൻ സെറമണി സാധാരണ കാണാറുള്ളത്. അതേപോലെ ഒരു വേറിട്ട അനുഭവമായിരുന്നു നമ്മൾ സ്കൂളിൽ എങ്ങനെ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രൗഡ് മൂമെന്റ് ആണ് വ്യക്തിത്വ വികസനം. അത് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ MBAക്കോ LLBക്കോ ഒക്കെ പോകുമ്പോഴല്ല അവർക്ക് ആ മൂവ്മെന്റ് കിട്ടേണ്ടത്. കുഞ്ഞിലെ തന്നെ ഞാൻ എന്ന വ്യക്തിത്വ വികസനത്തിലൂടെ ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്, എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അതിന് നമ്മൾ സെൽഫ് റെസ്പെക്ട് കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത്. ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയാറില്ലേ, അതുപോലെ ഇപ്പോൾ അവർ ആ ഒരു ഹാറ്റ് വെച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ മുഖത്തിലെ പ്രൗഡില്ലേ, അതാണ് എൻ്റെ KVM സ്കൂളിന്റെ വിജയരഹസ്യം. അവർക്ക് തന്നെ സ്വയം തോന്നും, ഞാനും ഈ സ്കൂളിൽ ആരൊക്കെയാണ്, എനിക്കും നാളെ നല്ലൊരു ഡിഗ്രി എടുക്കണം, ഞാനും ഇത് പഠിച്ച് നല്ല മിടുക്കിയാകും എന്നൊരു പ്രൗഡ് മൂവ്മെന്റ് അവരെ കൊണ്ട് തന്നെ അവരുടെ മൈൻഡിനെ സെറ്റാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാജുവേഷൻ സെറമണി നിൽക്കുന്നത്. ഈ സ്കൂള് നമുക്ക് കാണുന്ന പ്രേക്ഷകർ ഈ സ്കൂൾ എവിടെയാണ്, ഏത് ഭാഗത്താണ്? നമ്മുടെ MC റോഡിന് ഇടത് ഭാഗത്ത് ഓപ്പോസിറ്റ് മൈക്രോ ലാബ് നിയർ ബൈ നമ്മുടെ ബാംഗ്ലൂർ ജ്യൂസി. ഇപ്പോൾ അഡ്മിഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചെങ്ങനെ? കുഴപ്പമില്ല, നല്ല രീതിക്കാണ് അഡ്മിഷനൊക്കെ നടക്കുന്നത്. ഞാൻ ഒരു ക്ലാസ്സിൽ 15 കുട്ടികളെ എടുക്കത്തുള്ളൂ. ബട്ട് എന്നിരുന്നാലും LKGയിൽ 10-28 കുട്ടികൾ ഇപ്പൊ തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. UKGയിലും അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ പുറത്തുനിന്ന് കുട്ടികളെ എടുക്കാറില്ല. കാരണം എന്തറിയാമോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ നമ്മുടെ KVMലെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും നന്നായി എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും അവരെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കുറെ നേരം വെറുതെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരെയൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. എന്നാലും മാക്സിമം പ്ലേ LKG UKG ആണ് ഞാൻ കൂടുതലും അഡ്മിഷൻ എടുക്കുന്നത്. ഫാമിലി ഹസ്ബൻഡ് ഡെന്റിസ്റ്റ് ആണ്, 2 കുട്ടികളുണ്ട്. എൻ്റെ KVM സ്കൂളിൽ തന്നെ അവർ പഠിച്ചതാണ് 5ാം ക്ലാസ് വരെ. ഇപ്പോൾ MGM സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നല്ലൊരു സ്കൂളാണ് MGM. ഞങ്ങളുടെ സിലബസും ഇവിടുത്തെ പാഠ്യ പദ്ധതികളുമായിട്ടൊക്കെ ഒരുപോലെ പോകുന്ന ഒരു സ്കൂളാണ് MGM. ഇവിടെ നിന്ന് ഞാൻ കൂടുതലും കുട്ടികളെ അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഡെന്റിസ്റ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്നു, ലിയ ദന്താശുപത്രി. പിന്നെ അമ്മച്ചിയാണ് ഞങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം എൻ്റെ സ്കൂളിൽ വയ്ക്കുന്ന വേണ്ടിയുള്ളതെല്ലാം സെറ്റ് ചെയ്യുന്നതും. അതെ. എന്നാണ് നമ്മുടെ പ്രവേശനോത്സവം? ജൂൺ 3 വെനസ്ഡേ ആണ് പ്രവേശനോത്സവം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.